നമസ്കാരം. നിങ്ങളൊക്കെ മേളം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാണ്. ഓൾ ഓഫ് യു ബിലോങ് ടു ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്. പക്ഷെ ഇവിടെ വന്ന് എറണാകുളത്തപ്പൻ്റെ മേളം ആസ്വദിക്കുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എപ്പോഴും കാണും കയ്യും കലാശവും ഒക്കെ കാട്ടി മേളം ആസ്വദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ മേളം ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ശംഭോ മഹാദേവ ഞങ്ങളുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വാട്ട് ഈസ് ദ പേർപ്പസ് ബിഹൈൻഡ് ദിസ് ഗ്രൂപ്പ്? ഈ മേളം ഗ്രൂപ്പിൻ്റെ പേർപ്പസ് എന്താണ്? പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പല ഭാഗത്തുനിന്ന് തന്നെ എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിയത് 3 കൊല്ലമായിട്ടുണ്ടെങ്കിലും വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ എറണാകുളത്തപ്പൻ്റെ ഉത്സവം ആഘോഷിക്കുകയല്ല, അർമാദിക്കുന്ന ആൾക്കാരാണ്. ആഘോഷം എന്ന് പറയാൻ പറ്റില്ല, ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലായി പോകും. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് 2023 ഞങ്ങളങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്, ഒരു മേളം ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, പലരും പല സ്ഥലങ്ങളിലൊക്കെ ഇരിക്കണം. 1-2 പേര് ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഉപദേശ സമിതിയിലുണ്ട്. അപ്പോൾ അവർ അന്നദാനത്തിൻ്റെയും അതിൻ്റെയൊക്കെ ചുമതലയുള്ള കാരണം ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ 8 പേരും ഈ 8 ദിവസവും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് വായിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇത് രുചിയുള്ള മേളോട് കേട്ടത് മുഴുവനും എല്ലാ ദിവസവും മേളവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ ആരുടെ മേളമാണ് നല്ലത്, ആരുടെ മേളമാണ് മികവറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും 100% ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. അത് ഞങ്ങളുടെ മോൻ കണ്ടറിയാം, ഹാപ്പിയാണ്. എല്ലാ ദിവസവും വന്ന് എല്ലാ ദിവസവും ഉറഞ്ഞു തുള്ളി ആർമാദിക്കാനായിട്ട് പറ്റി നമുക്ക്. അതാണ് ഞങ്ങളുടെ ഈ ഉത്സവത്തിൻ്റെ അനുഭവം. അങ്ങാണല്ലോ അതുൽ പൊന്നുരുന്നി, നമ്മുടെ റൈസിംഗ് സ്റ്റാറിന്റെ അച്ഛൻ. ആൻഡ് ഐ സോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായി മോൻ്റെ. അതെ, അവൻ എറണാകുളത്തപ്പൻ്റെ പുത്രനാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ 14 വർഷമായി പഠിച്ചിറങ്ങിയിട്ട്. അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലം തൊട്ട് പുള്ളി ഇന്നേ വരെ ഭഗവാന്റെ മുമ്പിൽ കൊട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് അവനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ അടുത്ത് ഏത് മേളമാണ് നിങ്ങൾ ഏറ്റവും അധികം ആസ്വദിച്ചതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഇഷ്ടമായി, എല്ലാം ഒന്നിനൊന്ന് എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഒന്നും മാത്രമില്ല, എല്ലാം ഞങ്ങൾ തകർത്ത്. ആൻഡ് ഞാൻ വേറൊരു മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ടത്, ഒരാള് US എന്തോ ആണ് തോന്നുന്നുണ്ട് അല്ലേ, അങ്ങേര് ഐ മിസ് യു ഓൾ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. ഐ തിങ്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പ് കാരണം എത്രയോ പേര് ദേ ആർ ഓൾ റിയലി മിസ്സിങ് ഇറ്റ് ഇവിടെ ഇല്ലാത്തത് അവർ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ എറണാകുളത്തപ്പന്റെ ഉത്സവത്തിന്റെ മേളം മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ, അല്ല നിങ്ങൾ പൊതുവെ എല്ലാ സ്ഥലത്തെ മേളം ഷെയർ ചെയ്യാറുണ്ടോ? ഞാൻ പൊതുവെ പറഞ്ഞ ഒരുമാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, മേളം ആസ്വദിക്കാറുണ്ട്. ഇവര് ചില ആളുകളൊക്കെ പോകും. ഞാൻ എറണാകുളത്തപ്പൻ്റെ മേളം മാത്രം ആസ്വദിക്കാറുള്ളൂ. പക്ഷെ എല്ലാ മേളത്തിൻ്റെയും വിവരങ്ങൾ അറിയുമെന്നും അല്ലാതെ ഇവിടെയാണ് മെയിനായിട്ട് വരുന്നതും ഇത് ചെയ്യുന്നത്. ഞാനും ഈ പറയുന്ന പോലെ മേളം എവിടെ മേളമുണ്ടോ അവിടെ എല്ലാം ചെണ്ടക്കോല് വീഴുമ്പോൾ അവിടെ പോകാറുണ്ട്. അതുപോലെ തന്നെ ആ മേളത്തിൻ്റെ ഞാൻ എടുക്കുന്ന വീഡിയോകൾ ഞാനിപ്പോൾ മേളം ഗ്രൂപ്പ് 2023 ഞാൻ എന്നെ ആഡ് ചെയ്ത ആ കാലം തൊട്ട് ഞാൻ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു മേളം ഗ്രൂപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു കുടക്കീഴിൽ നല്ല രീതിയിൽ അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ നമ്മളുടെ മേളം തുടങ്ങുമ്പോൾ ആളുകളുണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള നമ്മുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് എല്ലാവരെയും എത്തി എല്ലാവരെയും കണ്ട് ആ ഒരു മേളം ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ഒരു വൈബുണ്ട്. അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 8 ദിവസവും നല്ല രീതിയിൽ അത് പോയി എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് എല്ലാവർക്കും ഗ്യാപ്പും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കും, ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് ആസ്വദിക്കാനും. ആൻഡ് എനിക്കും ഈ ഗ്രൂപ്പ് കൊണ്ടുള്ള സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മുടെ പടിഞ്ഞാറേ നടയിലോട്ട് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. ആൻഡ് ഐ റിയലി വോണ്ട് ടു താങ്ക് യു ഓൾ ഫോർ അക്കോമഡേറ്റിംഗ് മീ. എനിക്ക് അവിടെ നിൽക്കാനൊരു സ്ഥലം ഒരുക്കി തന്നതിന് വളരെ നന്ദി. എറണാകുളത്തപ്പൻ്റെ മേളം ആസ്വദിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതര ഒരു എന്താ പറയുക ലഹരിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്ന ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നൂല്ല. ഒന്നിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകിപ്പോയാൽ തന്നെ നമുക്ക് ആ ഒരു മനസ്സിലൊരു വിഷമം വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നേരത്തെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകാറുള്ളൂ ശരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മേള പ്രമാണികളായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. ഞങ്ങളിവിടെ വന്ന് മേളം മാത്രം ആസ്വദിച്ചിട്ട് പോകും. എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ
നമ്മളെ ഈ ഉത്സവത്തിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമ്പലപ്പറമ്പ് ഇങ്ങനെ നിരങ്ങുന്നതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ. ഞാൻ 20 വർഷം അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള മേളക്കാരൊക്കെ ആയിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. എല്ലാവരുമായിട്ടും ഏകദേശം എപ്പോഴും സംസാരിക്കാറുണ്ട്. ഉത്സവം കഴിഞ്ഞിട്ടാണെന്തെങ്കിലും ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അയക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല ഉത്സവങ്ങളിലും പോകുന്ന കാരണം ഇവരെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങേ പിടിച്ചാൽ മതി ഇല്ലേ? എല്ലാ മേളക്കാരെയും പരിചയപ്പെടാൻ അങ്ങേനെ പിടിച്ചാൽ മതി. ഒന്നുമില്ല, മേളക്കാരെ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും പോയി പരിചയപ്പെടാം, ഒരു കുഴപ്പമില്ല, എന്നെ വിളിക്കൊന്നുമില്ല. ഐ റിയലി വിഷ് ടു താങ്ക് യു ഓൾ ഫോർ ഇത്രയും സമയം. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ജോലിക്കൊക്കെ പോവാനുണ്ട്, വീട്ടിലോട്ടൊക്കെ പോവാനുണ്ട്, പണിയൊക്കെ ഉണ്ട് എന്നറിയാം. മോള് വരാറായില്ലേ? ഇല്ലേ, ജോലിക്കൊന്നും പോകുന്നില്ല, ഈ ഉത്സവം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇതിനു വേണ്ടി ഞങ്ങൾ ജോലി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതം, എന്താ പറയാ, ജീവനാ. അതെ, ഈ ഉത്സവത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല, അവർണ്ണനീയം വാക്കുകളില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഞങ്ങൾ ഇവിടെ വന്ന് ഈ മേള ആസ്വദിക്കുന്നതും ഭഗവാന്റെ കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് വേറെ വിധത്തിലുള്ള ഒന്നും നമ്മളുടെ ബിസിനസ്സിനോ ബാക്കിയുള്ള സംഭവങ്ങളിലൊന്നും ഉണ്ടാകാമെന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഈ നേരം വരെ അതൊന്നും മുടക്കം കൂടാതെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക്. ശംഭോ മഹാദേവ, എല്ലാവർക്കും നന്ദി. ശംഭോ മഹാദേവ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ, വൈകുന്നേരം കാണാം.